മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ മലയാളിയുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയിരുന്ന പ്രിയപ്പെട്ട നടൻ ആണ് വിടവാങ്ങുന്നത്. ഇപ്പോഴും ആ നടൻ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം 55-ാം പിറന്നാൾ ദിനത്തിൽ സലീം കുമാർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വാചകങ്ങളും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെയായിരുന്നു: ജീവിതമെന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എൻ്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എൻ്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ആയുസിൻ്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എൻ്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്കെത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റും എന്ന് അറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ മരണം ഏറെ അകലെയല്ല എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ്. ആ മരണത്തിലേക്കുള്ള യാത്ര വരെ ചിരിച്ചുകൊണ്ട് മുന്നേറാം എന്നതായിരുന്നു അദ്ദേഹം നൽകിയ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമായപ്പോഴും തൻ്റെ രാഷ്ട്രീയം ചിരിച്ചുകൊണ്ട് പറയാൻ, തൻ്റെ രാഷ്ട്രീയത്തെ ചിരിച്ച് അവതരിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അടക്കം അദ്ദേഹം സജീവമായത്. അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നവർ, സലീം കുമാറിനെ ഏറെ സ്നേഹിച്ചവർ പല വേദികളിലേക്കും എത്തേണ്ട എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം മാറി നിന്നിരുന്നില്ല. അങ്ങനെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ, തൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞത്. അതേസമയം സിനിമയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ജാതിയും മതവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഉള്ളടക്കം, ചില കഥാപാത്രങ്ങൾ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മതചിന്തകളെക്കുറിച്ച് മാധ്യമങ്ങളോടും അഭിമുഖങ്ങളിലുമൊക്കെ വിവരിച്ചിട്ടുള്ളത്, ദൈവസങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതെല്ലാം നമ്മൾ കേട്ടതാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ അത് ഇനിയും ബാക്കിയാക്കിയ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ട്. നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ഇത്രമേൽ വേഗത്തിൽ മടങ്ങേണ്ട ഒരാളല്ല എന്ന് മലയാള സിനിമ സലീം കുമാറിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം. ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹവും സലീം കുമാറിൻ്റെ അതേ നാട്ടുകാരാണ്, ഒരേ നാട്ടുകാരനാണ്. സലീം കുമാറുമായി ആത്മബന്ധം പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണക്കുറിപ്പിൽ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എല്ലാ നൊമ്പരങ്ങളെയും ചിരിയിലൂടെ മറച്ച സലീം കുമാർ വിടവാങ്ങുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുത്തത്. ആജ്ഞ: അഭിലാഷ സൂചിപ്പിച്ചതുപോലെ ആയുസിൻ്റെ സൂര്യൻ അസ്തമയത്തിനോട്ട് അടുക്കുന്നു, പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കഴിഞ്ഞു, അസ്തമയം വളരെ അകലായി അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സലീം കുമാർ പങ്കുവെച്ച പിറന്നാൾ കുറിപ്പ്, 55-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പങ്കുവെച്ച പിറന്നാൾ കുറിപ്പ്. പക്ഷേ മരണത്തിലേക്ക് താൻ അടുത്തു. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണം റഷീദ് അനുസ്മരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തതാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത മുഴുവൻ സിനിമകളും ഞാൻ വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പുള്ള പ്രത്യേകതയുള്ള വേഷം മുഴുവനും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ദേശീയ അവാർഡ് കിട്ടിയതും സംസ്ഥാന അവാർഡ് കിട്ടിയതുമായിട്ടുള്ള ഗെറ്റപ്പുകളെല്ലാം ഞാൻ ചെയ്ത മേക്കപ്പുകളാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനിക്കാം. സലീം കുമാറിനെ പോലെ ഒരു ഹാസ്യ നടനെന്ന ലേബലിൽ കൊണ്ടുവന്ന ഒരാൾ ഇത്രയും സീരിയസ് ആയ ഒരു കഥാപാത്രത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എൻ്റെ മേക്കപ്പിന് കുറേ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിനെ ഫിക്സ് ചെയ്യാൻ പോയ പ്രൊഡ്യൂസറോട് അദ്ദേഹം ആദ്യം പറഞ്ഞത്, എന്നെയല്ല നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്, ആദ്യം പട്ടണം റഷീദിനെ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുന്നത്, സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട. എന്നെപ്പോലുള്ള ഒരു ചെറിയ കലാകാരനെ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഏതർത്ഥത്തിലും സലീം കുമാർ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഈ നിര്യാണം അത് നമ്മളെ വിട്ടു പോകുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കൽ പോലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്കത്
നമുക്ക് ആ വാർത്ത ശരിയാണെന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയം നൊന്ത് അത് വേദന പങ്കിടുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായും സലീം അഹമ്മദ് എന്ന സംവിധായകൻ, അദ്ദേഹം ആദാമിൻ്റെ മകൻ അബു എന്ന അതിശക്തമായൊരു പ്രമേയത്തെ അതിൻ്റെ പ്രധാന വേഷമായി സലീം കുമാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പക്ഷേ സിനിമാ ലോകത്തിന് തന്നെ അത് അത്ഭുതം കുറിയിട്ടുണ്ടാകാം. ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചു പോരുന്ന സലീം കുമാറിനെ പോലെ ഒരാൾ ഇത്രമേൽ കൈയടക്കത്തോടെ ആ കഥാപാത്രത്തെ ചെയ്യുമോ എന്ന് സംശയിച്ചിട്ടുണ്ടാകാം. അവിടെയാണ് പട്ടണം റഷീദ് ഓർത്തെടുക്കുന്നത്. അവിടെയും ആ കഥാപാത്രത്തെ സലീം കുമാറിൻ്റെ രൂപഭാവങ്ങളെ മാറ്റുവാൻ തനിക്ക് സാധിച്ചു. നിരവധിയായ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ചായം തേച്ചത് പട്ടണം റഷീദ് ആയിരുന്നു എന്നത് അദ്ദേഹം ഓർത്തെടുക്കുന്നു. ആജ്ഞ ഇത്തരത്തിൽ, അതായത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, അത് ഹാസ്യത്തിന് വേണ്ടിയാകാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പട്ടിക തന്നെയുണ്ട്. ആ പട്ടികയിലുടനീളം അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം, അദ്ദേഹം ഒരു ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ കഥാപാത്രം എന്ന നിലയിൽ സൂചിപ്പിക്കുന്ന പോലെ ഗൗരവമേറിയ കഥാപാത്രങ്ങൾ, ഇതിലെല്ലാം വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമൊക്കെയാണ് മലയാളികൾ സലീം കുമാറിനെ കണ്ടിരുന്നത്. അഭിലാഷ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് എക്കാലവും മലയാള സിനിമയെ ധന്യമാക്കിയിട്ടുള്ള മഹാനടൻ. അദ്ദേഹം ഒരു ഘട്ടം മുഴുവൻ അദ്ദേഹം ഹാസ്യത്തെ അടയാളപ്പെടുത്തിയിരിക്കും, ഹാസ്യ നടനെ അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളെല്ലാം തലത്തിൽ സേഫാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അതല്ലെങ്കിൽ അങ്ങനെ കൂടിയുള്ള തനിക്ക് തന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നുണ്ട് തെളിയിച്ചു കഴിഞ്ഞ ശക്തമായ കഥാപാത്രങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ അഭിനയിച്ചെടുത്ത് ബാക്കിയാക്കി സലീം കുമാർ എന്ന് പറയുന്ന മഹാനടൻ നടക്കുകയാണ്. മലയാള സിനിമയിൽ ഹാസ്യം അടയാളപ്പെടുത്തുന്നത് പോലും സലീം കുമാർ എന്ന നടൻ്റെ പേരിലാണ് എന്നുള്ളതാണ് ഏറ്റവും മലയാള സിനിമ അദ്ദേഹത്തിന് നൽകിയ, അല്ലെങ്കിൽ മലയാള അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും മികച്ച അംഗീകാരമുള്ളതാണ്. അവാർഡുകൾ വാരിക്കൂട്ടുമ്പോഴും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, ദേശീയ പുരസ്കാരം, ആദാമിൻ്റെ മകൻ അബുവിലൂടെ വ്യത്യസ്തനായ വേറിട്ട മലയാളിയെ എക്കാലവും ഓർക്കുന്ന കഥാപാത്രമായി അദ്ദേഹം മാറുമ്പോഴും അച്ഛനുറങ്ങാത്ത വീട്ടിൽ സാമുവൽ മനസ്സിലുണ്ടാക്കിയ വൈകാരികമായിട്ടുള്ള അനുരണനങ്ങളൊക്കെയും മലയാളിക്ക് സമ്മാനിച്ച്, മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് അദ്ദേഹം കടന്നു പോകുമ്പോഴും ഇവിടെ പറവൂരിൽ ടൗൺ ഹാളിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യരുടെ മനസ്സിലും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമയിൽ 30 വർഷം കീഴടക്കിയ ഹാസ്യ നടൻ എന്നത് സലീം കുമാറിന് മാത്രം ചേർത്ത് വയ്ക്കാവുന്ന അംഗീകാരമായിട്ട് വേണം കണക്കാക്കാൻ. പ്രത്യേകിച്ചും 1996 സിനിമയിൽ വന്നെങ്കിൽ പോലും 2000 മുതലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ട്രാൻസ്ഫർമേഷൻസ്, കഥാപാത്രങ്ങളുടെ ട്രാൻസ്ഫർമേഷൻസ്, ഇത്തരം കാര്യങ്ങൾ അത്തരത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. സിനിമ എന്ന് പറയുന്നത് തൻ്റെ കൂടിയിടമാണ്. അല്ലെങ്കിൽ സലീം കുമാർ എന്ന് പറയുന്ന നടൻ സിനിമയുടേത് കൂടിയാണ്. മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലൊരു മഹാനായ ആളെ എക്കാലത്തേക്കും വേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്ന കഥാപാത്രങ്ങളൊക്കെയും സ്വീകരിച്ച് ബാക്കിയാക്കി ക്യാരക്ടർ റോളാകട്ടെ, സീരിയസ് റോളാകട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹാസ്യമാകട്ടെ, ആജ്ഞ സൂചിപ്പിക്കുന്ന പോലെ മലയാളത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു നടനായി ഒരിക്കൽ ലൊക്കേഷനിൽ നിന്ന് തിരിച്ചയച്ച അതേ സലീം കുമാർ മാറി എന്നതായിരുന്നു ഒരു കാലഘട്ടം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.